ചൈനയുടെ രാജ്യാന്തര മര്യാദകൾ ലംഘിച്ചുള്ള ട്രോളിംഗ് വൻ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചൈനീസ് തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രഭാഗമായ തെക്കൻ ചൈനാക്കടലിൽ ചൈന വൻതോതിൽ മത്സ്യബന്ധനം നടത്തുന്നത് മത്സ്യബന്ധനത്തിന് നാശമുണ്ടാക്കുന്നുവെന്ന ആരോപണം വളരെ കാലമായുണ്ട്. തായ്വാൻ സ്ഥിതി ചെയ്യുന്ന അതീവ നയതന്ത്ര പ്രാധാന്യമുള്ള മേഖലയാണ് തെക്കൻ ചൈനാക്കടൽ. മത്സ്യബന്ധനം കൂടാതെ സൈനിക വിന്യാസങ്ങളും ചൈന ഇവിടെ നടത്തുന്നുമുണ്ട്. ഇതിന്റെ ഭാഗമായി പാലങ്ങളും കൃത്രിമ ദ്വീപുകളും ഒക്കെ നിർമ്മിച്ചു. ഇതിനായുള്ള ഡ്രെഡ്ജിംഗ് പ്രവർത്തനങ്ങളും മറ്റും സമുദ്രമേഖലയെ ആഴത്തിൽ ബാധിക്കുന്നുണ്ടെന്ന് ഏഷ്യൻ മാരിടൈം ട്രാൻസ്പെറൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 21,183 ഏക്കറോളം പവിഴപ്പുറ്റുകളും ചൈന നശിപ്പിച്ചെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ആഫ്രിക്കയിലും ചൈനയുടെ സമുദ്ര ഇടപെടലുകൾ വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു. ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങളിലൊന്നായ സിയറ ലിയോണിൽ മത്സ്യബന്ധന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ് ടോംബോ. ഇവിടുത്തെ പ്രധാന വരുമാന സ്രോതസ് മത്സ്യം ഉൾപ്പെടെ കടൽവിഭവങ്ങളാണ്. ദിവസേന 14 മണിക്കൂറോളം സമയം കടലിൽ ചിലവിട്ടാണ് ടോംബോയിലെ ജനങ്ങൾ മത്സ്യബന്ധനം നടത്തിയിരുന്നത്. എന്നാൽ തങ്ങൾക്ക് കിട്ടുന്ന മത്സ്യത്തിന്റെ അളവിൽ വൻ കുറവാണ് സംഭവിക്കുന്നത് എന്ന് 2022 ഇവർ പറഞ്ഞിരുന്നു. ഇതുമൂലം ടോംബോ നിവാസികളെ പട്ടിണിയും ദുരിതവും വേട്ടയാടിയിരുന്നു. ചൈന തങ്ങളുടെ കടലിലേക്ക് വന്നതിനു ശേഷമാണ് ഈ ദുർഗതി സംഭവിച്ചത് എന്ന് തൊഴിലാളികൾ അന്ന് പറഞ്ഞു. ടോംബോയ്ക്ക് സമീപത്തുൾപ്പെടെ സിയറാലോണിന്റെ തീരക്കടലിലും മറ്റും മത്സ്യബന്ധനം നടത്താനുള്ള ലൈസൻസുകളിൽ 40% ചൈനീസ് കമ്പനികൾക്കാണ് അന്ന് പോയിരുന്നത്. നിസ്സാരമായ ഫീസ് നൽകിയാണ് ചൈനീസ് മത്സ്യബന്ധന കമ്പനികൾ ഈ ലൈസൻസ് സ്വന്തമാക്കിയതെന്ന ആരോപണവുമുണ്ട്. ഇതിനാൽ തന്നെ ശക്തമായ ചൈനാവിരുദ്ധ വികാരം സിയറാലോണിൽ ഉയർന്നിരുന്നു. ആഫ്രിക്കയിൽ ചൈന വൻതോതിൽ നിക്ഷേപങ്ങളും സംരംഭങ്ങളും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ നടത്തിയിട്ടുമുണ്ട്. വമ്പൻ സന്നാഹങ്ങളുമായി വരുന്ന ചൈനീസ് ട്രോളിംഗ് യാനങ്ങൾ വൻ രീതിയിലാണ് മത്സ്യബന്ധനം നടത്തുന്നത് എന്നും സിയറ ലിയോൺ തീരങ്ങളിൽ നടത്തുന്ന മത്സ്യബന്ധനത്തിന്റെ 50% ഈ രീതിയിലായി മാറുകയാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അനധികൃതമായ മത്സ്യബന്ധന സിയറ ലിയോണിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് ആഫ്രിക്കയിൽ ഗാംബിയ, ജിനി, ബിസൌ, സെനഗൽ, മൗറിട്ടാനിയ എന്നീ രാജ്യങ്ങൾക്കെല്ലാം കൂടി $230 കോടി നഷ്ടം ഒറ്റ വർഷത്തിൽ അനധികൃത മത്സ്യബന്ധനം മൂലമുണ്ടായെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ചൈനയാണ് ഈ രീതിയിലുള്ള മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ നടത്തുന്ന രാജ്യം. അതിനിടെ തെക്കൻ ചൈനാക്കടലിൽ ഫിലിപ്പീൻസ് നാവിക ബോട്ടുകൾ ആക്രമിച്ച് ചൈന. 8ലേറെ മോട്ടോർ ബോട്ടുകളിലെത്തിയ ചൈനീസ് കോസ്റ്റ് ഗാർഡ് കത്തിയും ചുറ്റികയും മഴവുമടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തിയാണ് ഫിലിപ്പീൻസ് ബോട്ടുകൾ നേരെ ആക്രമണം നടത്തിയത്. ചൈന അവകാശവാദം ഉന്നയിക്കുന്ന സെക്കൻഡ് തോമസ് ഷോളിൽ നിലയുറപ്പിച്ച നാവികസേനാംഗങ്ങൾ വെടിക്കോപ്പുകളും ഭക്ഷണവും അടക്കം എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമണമെന്നാണ് ഫിലിപ്പീൻസിന്റെ ആരോപണം. ബോട്ടുകളെ പിന്തുടർന്നെത്തിയ ചൈനീസ് കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ഫിലിപ്പീൻസ് നാവികസേനാംഗങ്ങളുമായി തർക്കത്തിലേർപ്പെട്ടു. ബോട്ടുകൾ തമ്മിൽ തുടർച്ചയായി ഇടിച്ച് തുടർന്നാണ് കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ഫിലിപ്പീൻസ് നാവിക ബോട്ടുകളിലേക്ക് കടന്നുകയറി M4 റൈഫിളുകളും ഗതിനിർണയ ഉപകരണങ്ങളും പിടിച്ചെടുത്തത്. പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ ഫിലിപ്പീൻസ് നാവികർക്ക് പരിക്കേറ്റു. ഒരാൾക്ക് വലത് തള്ളവിരൽ നഷ്ടമായി. ചൈനീസ് സൈനികർ തങ്ങളുടെ നാവികർക്കെതിരെ കത്തി ചൂണ്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഫിലിപ്പീൻസ് പുറത്തുവിട്ടു. ചൈന കടൽക്കൊള്ളക്കാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് ഫിലിപ്പീൻസ് സൈനിക തലവൻ ജനറൽ റോമിയോ ബ്രൌണർ ജൂനിയർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.